നമ്മൾ നാളെ നോയമ്പ് എടുക്കാൻ പോകുകയാണ്. നമ്മൾ നാളെ നോയമ്പ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുകയാണ് ഗൈസ്. നിങ്ങൾ കാത്തിരുന്ന് കാണുക നമ്മുടെ നാളത്തെ എക്സ്പീരിയൻസ്. ആദ്യത്തെ നോയമ്പ് തുറയുടെ എക്സ്പീരിയൻസ് നിങ്ങൾ കാണുക. മറ്റേ ഇവളുടെ ഡ്രസ് ഗൈസ്, നമ്മൾ നാളെ നോയമ്പ് എടുക്കാൻ പോവുകയാണ്. നമ്മൾ നാളെ നോയമ്പ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ അതിന് വേണ്ടി കുറേ സാധനങ്ങൾ മേടിക്കാൻ ക്യാൻറ്റീനിൽ പോകുന്ന പോവുകയാണ് ഗൈസ്. അതെ ഗൈസ്, അങ്ങനെ നമ്മൾ ക്യാൻറ്റീനിലെത്തി. എല്ലാവരുടെ ഒരു ആഗ്രഹമാണ് ഗൈസ് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന്. അത് നമ്മളിവിടെ നാളെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. വില മേടിക്കടി ഹൈഡൻസിക്ക് മേടിച്ചാൽ ബിസ്ക്കറ്റ് വേണ്ടേ? ഒരു ബിസ്ക്കറ്റ് ആരുടെയെങ്കിലും കയ്യിലുണ്ടോ? നാളെ എല്ലാരും തലറങ്ങി വീഴും ഗൈസ്. അപ്പൊ നമുക്ക് അറിയത്തില്ല എങ്ങനെയാണ് നാളെ എടുക്കാൻ പോണെന്ന്. എല്ലാവരും ഇവർക്കൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്. 5 നേരം അതെ, 5 നേരം കഴിക്കാൻ നമ്മൾ 1 നേരവും കഴിക്കാനാവുന്ന അവസ്ഥ അത് പറയാൻ പറ്റില്ല ഗൈസ്. ഭയങ്കര വലിയൊരു അവസ്ഥ. അങ്ങനെ നാളെ രാവിലത്തുള്ള ഫുഡൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കാത്തിരുന്ന് കാണുക നമ്മളെ നാളത്തെ എക്സ്പീരിയൻസ്. ആദ്യത്തെ നോമ്പ് തുറയുടെ എക്സ്പീരിയൻസ് നിങ്ങൾ കാണുക. ബാക്കി വീഡിയോസൊക്കെ നാളെ എടുക്കാം. മോർണിംഗ് ഗായ്സ്. അപ്പോൾ നമ്മളിന്ന് നോമ്പ് തുടങ്ങാൻ പോവുകയാണ് ഗായ്സ്. ഇപ്പോൾ എത്ര സമയത്തിലായി? സമയം 4:30. നമ്മൾ നോമ്പ് തുറക്കാൻ പോവുകയാണ്. അതിന് മുമ്പായിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് അപ്പുറത്ത് ഫ്ലാറ്റിൽ പോവുകയാണ് ഗായ്സ്. നമ്മൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. അതെ ഗായ്സ്, ഈ ഫ്ലാറ്റിൽ ആരും എണീറ്റിട്ടില്ല. ഗിഫ്റ്റ് മോൾ വേക്കപ്പ്. ഗുഡ് മോർണിംഗ്. ഇതെന്താ ഇത് ക്ലിപ്പ്? അതൊക്കെ കാണാൻ വേണ്ടി ഞാൻ കൂടി വരാതിരിക്കാൻ. ഇനി അടുത്ത ആളെ നമുക്ക് നോക്കാം എവിടെയാണെന്ന്. ഓ ദേവിക സാജു. മോർണിംഗ്. ഇവിടെ ഉറക്കത്തിലിരുന്ന് പഠിക്കുന്ന ഒരാളെ നിങ്ങൾക്ക് കാണാം. എല്ലാവരും നോമ്പെടുക്കാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയിൽ ഇരിക്കുകയാണ്. ദേവിക എന്താണ് പറയാനുള്ളത്? താങ്കളെ കൊണ്ട് പറ്റുമോ ഇത്? പറ്റണം. ഉച്ചയാകുമ്പോ ഇറങ്ങി വീഴുമോ? വർഷ അതിനൊക്കെ എന്താണ് തോന്നുന്നത്? അർച്ചന ഫുഡൊക്കെ കൊണ്ടുവരുന്നുണ്ട്. കഴിക്കില്ല. ഗൈസ്, ജീവിതത്തിൽ ആദ്യമായിട്ട് അതിരാവിലെ ചോറ് കഴിക്കാൻ പോവുകയാണ് ഗൈസ്. ഒരു പണ്ണും ആദ്യം ഏതുമല്ല. ഗൈസ്, അങ്ങനെ എല്ലാരും എന്താ ഫുഡൊക്കെ കഴിച്ച് നോമ്പെടുക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് ഗൈസ്. അജിറ്റയ്ക്ക് ഇപ്പഴേ വിശന്ന് തുടങ്ങി. ആ മുഖം കണ്ടാ അറിയാം.
ഇതിന്റെ കുഴപ്പമില്ല. വെള്ളം കുടിച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ. സമയം കഴിയാറ് ഇവിടെ വെള്ളം കുടിച്ചു. ഇപ്പോഴേ ചട്ടി നോമ്പായിട്ടുണ്ട്. പോയി ഇനി നീ എടുക്കണ്ട. ഗൈസ് നമ്മൾ പിന്നെ ഉറങ്ങാൻ പോകുന്നു. ഉറങ്ങി എണീക്കുമ്പോ വിശക്കോ. 2 hours later. ഇവിടെ ഒരാൾക്ക് വെള്ളം ദാഹിക്കുന്നുണ്ട്. കുടിക്കരുത്, അസ്തഫറുള്ള. എങ്ങനെയുണ്ട്? വിശക്കുന്നുണ്ടോ? വിശക്കൊന്നുമില്ല, പക്ഷെ അവിടെ വെള്ളം കുടിക്കുന്നപ്പോൾ കുടിക്കാൻ തോന്നി. വിസ് വെള്ളം കുടിക്കുന്നുണ്ട്, കൊതി വരുന്നു വെള്ളം കുടിക്കാൻ. അജീത്ത് ദാഹിക്കുന്നോ? ഗൈസ്, എന്നും പോയി നല്ല മീറ്ററോളൊക്കെ കഴിക്കുന്ന സമയത്ത് ഇന്ന് വിശന്നിരിക്കുന്നതിനെ പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ്? എനിക്ക് കൊതി വരുന്നു വെള്ളം കുടിക്കാൻ. വിശക്കുന്നില്ല, പക്ഷെ ദാഹിക്കുന്നു. ചൂട് കട്ലറ്റൊക്കെ കഴിക്കണ്ടേ? വാ നാളെ ഇപ്പൊ ഉച്ചയ്ക്ക് 1 മണിയായിട്ട് നമ്മളൊന്നും കഴിച്ചിട്ടില്ല. നമ്മൾ നോമ്പ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ഗൈസ്. ഇതുവരെ ആർക്കും കുഴപ്പമില്ല, എല്ലാവരും ഹാപ്പിയാണ്. ഒരാൾക്ക് തലവേദന ഉണ്ട്. ആളെ നമുക്ക് കാണിച്ചു തരാം. നീതു ഇപ്പൊ തല ഇറങ്ങി വീഴും. ബാക്കി ആർക്കും ഒരു കുഴപ്പമില്ല, സേഫാണ്. ഞാൻ ശ്രദ്ധിച്ചില്ല. ഫസ്റ്റ് ഡേ ഞങ്ങൾ നോമ്പ് സക്സസ്ഫുള്ളി നമ്മൾ ഫസ്റ്റ് ഡേയിൽ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ മേടിക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ നോമ്പ് തുറക്കായിട്ട് നമ്മളുടെ ക്യാൻറ്റീനിലെത്തി ഫുഡൊക്കെ നോമ്പ് തുറക്കുള്ള സാധനങ്ങൾ മേടിക്കാൻ പോവുകയാണ്. അത് ആർക്കും നമ്മൾ പ്രതീക്ഷ അത്ര കുഴപ്പമൊന്നും ഇല്ല. എല്ലാവരും ഫുൾ നീതുവിന് ചെറിയൊരു തലവേദന ഉണ്ട്. അതെ, സാധനം മേടിച്ചു. അങ്ങനെ നമ്മൾ നോമ്പ് തുറയുടെ പ്രിപ്പറേഷൻ ഒക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ദേവികയ്ക്ക് എന്തേടി നമ്മുടെ ഗിഫ്റ്റ് മോൾ എന്തൊക്കെയാ ചെയ്യുന്നുണ്ട്? ഉറങ്ങിയോ? കുളിച്ചൊന്നുമില്ലേ? ഇത് മുറുക്കണോ രണ്ടായിട്ട്? എങ്ങനെയുണ്ട് അജിത്തെ നോമ്പ് തുറ? നല്ല രസമുണ്ട്. ദാഹം മാത്രമേ ഉള്ളൂ, വേറെ വിശപ്പ് ക്ഷീണമൊന്നുമില്ല. ഒന്നുമില്ല. അർച്ചനയ്ക്കോ? എനിക്ക് വിശപ്പൊന്നുമില്ല, ദാഹമുണ്ട് ചെറുതായിട്ട്. ഹാപ്പി അല്ലേ? ഹാപ്പി. എനിക്ക് വിശക്കുന്നില്ല. ഇവിടെ ആകെ ക്ഷീണമുള്ള ഒരേ ഒരു കുട്ടി. ഉറക്കോ? ഞാൻ ഉറങ്ങിയില്ല, ഉറക്കം വരുന്നില്ല, കിടങ്ങുന്നല്ലാതെ. എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ശീലമുണ്ട്. എങ്ങനെയുണ്ട് വർഷം? നോമ്പ് എങ്ങനെയുണ്ട്? നല്ലയാ. നല്ലയാ. ഇനി എന്തും എടുക്കാൻ പ്ലാൻ ഉണ്ടോ? വർഷത്തിലെന്നും. കറക്റ്റ് 6:30 ആകുമ്പോ നമ്മൾ നമ്മുടെ ഫുഡ് കഴിച്ചു. അങ്ങനെ ഗൈസ് നമ്മൾ നോമ്പ് തുറക്കാൻ പോകുന്നു. ആർക്കൊന്നും വേണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ ആയിരുന്നില്ലല്ലോ കുറച്ച് നേരത്തെ. ഇപ്പൊ ഇത്രയും തീർത്തു എത്താരാന്ന് പറഞ്ഞ ആളാണ് ഇതായിരിക്കുന്നത്.
അങ്ങനെ എല്ലാവരും സക്സസ്ഫുള്ളി നോമ്പ് കംപ്ലീറ്റ് ചെയ്തു. എല്ലാവരും പിടിച്ചു നിന്നു. ഒരു ക്ലാപ്പ് കൂടുതല് ഇനി രാത്രി കഞ്ഞിയും കൂടെ കുടിച്ചിട്ട് നമ്മള് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതാണ് ഗൈസ്. എനിക്കാ വയ്യ, മടി കാരണം ഇങ്ങനെ കുത്തിയിരിക്കും. ഗിഫ്റ്റ് മോൾ, ക്യൂട്ട് ഗിഫ്റ്റ് മോൾ. ഞാൻ ഒന്ന് പറയുന്നില്ല, ഞാൻ പറഞ്ഞ പല്ലൊക്കെ മഞ്ഞമഞ്ഞായിട്ടുണ്ട്. ഈ എന്നെ നെനിയിപ്പിക്കടി. നോമ്പത്തോറ് ആഫ്റ്റർ എഫക്റ്റ് ആണ് നിങ്ങൾ. അങ്ങനെ നമ്മൾ കഞ്ഞിയും കൂടെ കുടിച്ച് നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ ബീഫ് അച്ചാറുണ്ട് ഗൈസ്, ബീഫ് അച്ചാർ. അപ്പോൾ ഗൈസ് നോമ്പ് തുറക്കെ കഴിഞ്ഞ് നമ്മൾ ഇപ്പം എല്ലാവരും ഇതാ ഉറങ്ങാൻ പോവുകയാണ്. കഴിച്ചതിൻ്റെ ക്ഷീണത എല്ലാവരുടെ മുഖത്ത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.